സുന്ദരി തുമ്പു കെട്ടിയ ചുരുമുടിയും എന്ന ഗാനം കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. 17-ാം വയസ്സിൽ ദേശീയ പുരസ്കാരം, 15-ാം വയസ്സിൽ വിവാഹം, 18 തികയും മുമ്പുള്ള മരണം. 1962 സെപ്റ്റംബർ 23-ന് KP മേനോന്റെയും പ്രേമയുടെയും മകളായി ജനിച്ചു. മഹാലക്ഷ്മി എന്നായിരുന്നു യഥാർത്ഥ പേര്. പേര് സൂചിപ്പിക്കുന്ന പോലെ മഹാലക്ഷ്മിയായിരുന്നു ശോഭ. 4 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള 14 കൊല്ലം തമിഴ്, മലയാളം, കന്നഡ തുടങ്ങിയ ഭാഷയിലുള്ള സിനിമകളിൽ അവസ്മരണീയമായ കഥാപാത്രങ്ങളെയായിരുന്നു ശോഭ അവതരിപ്പിച്ചിരുന്നത്. കാമുകിയായും സഹോദരിയായും കൂട്ടുകാരിയായും തുടങ്ങിയ നിരവധി കഥാപാത്രങ്ങളെയാണ് ആ കുറഞ്ഞ കാലയളവിൽ ശോഭ അഭിനയിച്ചു തീർത്തത്. അന്നുവരെ ഉണ്ടായിരുന്ന നായിക കഥാപാത്രങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുരച്ചുകൊണ്ടായിരുന്നു ശോഭയുടെ സൗന്ദര്യവും നായിക സങ്കല്പ വേഷങ്ങളും. JP ചന്ദ്രഭാനു സംവിധാനം ചെയ്ത തട്ടുങ്കൽ തിറപ്പിക്കും എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ആദ്യമായി ബാലതാരമായി സിനിമയിലെത്തുന്നത് ശോഭ. ഉത്രാടം എന്ന മലയാള ചിത്രത്തിലൂടെ ആദ്യ നായികയായി വേഷമിടുകയും ചെയ്തു. 39 വയസ്സ് പ്രായമുള്ള സംവിധായകൻ ബാലു മഹേന്ദ്രന്റെയും 15 വയസ്സ് പ്രായമുള്ള ശോഭയുടെയും പ്രണയം അന്ന് സിനിമാ ലോകത്ത് എന്നും ചർച്ചാ വിഷയമായിരുന്നു. മറ്റൊരു ഭാര്യയും കുട്ടിയുമുള്ള ബാലു മഹേന്ദ്രൻ ശോഭയെ വിവാഹം കഴിച്ചു. സംവിധായകനായ ബാലു മഹേന്ദ്രന് അന്ന് ശോഭയല്ലാതെ മറ്റൊരു നായികയെ തന്റെ സിനിമയിൽ സങ്കല്പിക്കാനാവില്ലായിരുന്നു. വിവിധ ഭാഷകളിലായി 70ഓളം സിനിമയിൽ അഭിനയിച്ച ശോഭ മികച്ച നടി, മികച്ച സഹനടി, മികച്ച ബാലതാരം എന്നിങ്ങനെ 3 കേരള സംസ്ഥാന അവാർഡുകളും മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ടായിരുന്നു. ധുരൈ സംവിധാനം ചെയ്ത പക്ഷി എന്ന സിനിമയിലൂടെ മികച്ച അഭിനയത്തിനുള്ള ദേശീയ പുരസ്കാരവും സ്വന്തമാക്കി. ദേശീയ പുരസ്കാരം വാങ്ങി ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം മാധ്യമങ്ങൾ അവരെ കാണാനെത്തിയപ്പോൾ സിനിമയോടും ജീവിതത്തോടും സ്വയം യാത്ര പറഞ്ഞ ശോഭയാണ് അവർ കണ്ടത്. പിന്നീട് പല അഭിമുഖങ്ങളിലും അവരുടെ മരണകാരണം ബാലുവിനോട് ചോദിച്ചപ്പോൾ തനിക്കറിയില്ല എന്നുള്ള ഉത്തരമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അവരുടെ മരണകാരണം അന്വേഷകർക്ക് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം നൽകാനായിട്ടില്ല. എന്നിരുന്നാലും അന്വേഷണങ്ങൾക്കിടയിൽ വില്ലനായി ബാലു പലപ്പോഴായിട്ടും ബാലുവിനെ കണ്ടെത്തിയിട്ടുണ്ട്. ശോഭയുടെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് KG ജോർജ് ഒരു സിനിമ സംവിധാനം ചെയ്തു. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. KG ജോർജ് ആ സിനിമയിലൂടെ ശോഭയുടെ ജീവിത ചരിത്രത്തെക്കുറിച്ച് ഏറെക്കുറെ പ്രതിപാദിക്കുന്നുണ്ട്. ശോഭയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ജലജ ഇങ്ങനെ. വലിയൊരു ഷോക്കായിരുന്നു. എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു മാസത്തിൽ കൂടുതലോളം ഞങ്ങൾ അളകാപുരി എന്ന് പറഞ്ഞ ഹോട്ടലുണ്ടല്ലോ കോഴിക്കോട്, അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് അപ്പോൾ അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, വിളിച്ച് പറയാനും ഒന്നും. രാവിലെ പേപ്പറിൽ വന്നപ്പോഴാണ് ഈ മരണം അറിഞ്ഞത്. വലിയൊരു ഷോക്ക്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ അധ്യായങ്ങളിലൊന്നായി ശോഭ ഇന്നും തുടരുകയാണ്.